ജിംബു തക്കാളി നമ്മുടെ മെഹബുള്ള ബ്ലോക്ക് 1-ൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു നേപ്പാളി റെസ്റ്റോറൻ്റ് ആണ്. നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് താലീസ് മോമോസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ മെഹബുള്ള ബ്ലോക്ക് 1-ലുള്ള ഈ ഒരു ജിംബു തക്കാളി റെസ്റ്റോറൻറ്റിലേക്ക് പോരും. ബഫ് ചില്ലി മാമ, ബഫ് ഇഷ്ടിം മാമ. നിങ്ങൾക്കുള്ളത് മനസ്സിലായോ? എന്തായാലും വെറൈറ്റി മോമോസിന്റെ പേരാണ് പറയണമെന്ന് മനസ്സിലായി. ഞാനുള്ളത് ഒരു നേപ്പാളി റെസ്റ്റോറൻറ്റിലാണ്. നിങ്ങൾക്കറിയാലോ, മോമോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേപ്പാളുകാരുടെ ഒതന്റിക് ഫുഡാണ്. നല്ല ഒതന്റിക് ആയിട്ടുള്ള ഈ ഒരു മോമോസ് കഴിക്കണമെങ്കിൽ എന്തായാലും നേപ്പാളികൾ ഉണ്ടാക്കുന്ന മോമോസ് തന്നെ കഴിച്ചു നോക്കണം. ഈ കാണുന്നൊക്കെ ഇവിടെ സ്പെഷ്യൽ മോമോസ് ഓട്ടോ. അതിനകത്ത് ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ബീഫ് ഉണ്ട്, പല കളറിലുള്ളതുണ്ട്, പല ടേസ്റ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് മോമോസ് ഇവിടെ ഉണ്ട്. മെഹബുള്ള ബ്ലോക്ക് 1-ൽ സ്ട്രീറ്റ് 141-ലുള്ള ജിംബു തക്കാളി റെസ്റ്റോറൻറ്റ്. യെസ്, ഞാൻ വിചാരിച്ചു നേപ്പാളികൾ മാത്രമേ ഈ മോമോസ് കഴിക്കാൻ ഇവിടെ വരുള്ളൂ വിചാരിച്ചിട്ടോ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് ഹിന്ദിക്കാരും മലയാളികൾ തന്നെ എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ മോമോസ് മാത്രമല്ല, ഇവിടെ ഒരുപാട് വെറൈറ്റീസ് താലികളുണ്ട്. ചിക്കൻ താലിയുണ്ട്, ബീഫ് താലിയുണ്ട്, മട്ടൻ താലിയുണ്ട്, ഇനി വെജിറ്റേറിയൻ താലിയുണ്ട്. ചിക്കൻ താലിയാണ്. ഇതിനകത്ത് ഒരുപാട് കൂട്ടുകറികളും ഡാലും ചിക്കനൊക്കെ ആയിട്ട് വരുന്ന റൈറ്റാണ്. അതുപോലെ തന്നെ ഇതേ സെയിമിൽ തന്നെ മട്ടൻ താലിയുണ്ട്, വെജിറ്റേറിയൻ താലിയുണ്ട്. നേപ്പാളി റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു മിക്സ്ഡ് ഗ്രില്ലൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ സഫ മന്തി ആൻഡ് ഗ്രില്ലിൻ്റെ തൊട്ടടുത്താണ്. അതായത് സഫ മന്തി ആൻഡ് ഗ്രില്ലിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ ഒരു നേപ്പാളി റെസ്റ്റോറൻറ്റ്. മെഹബുള്ളയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടൈപ്പ് ഫുഡും കഴിക്കാം. ഇനി അതല്ല നേപ്പാളി ടൈപ്പ് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്തുള്ളൂ ജിംബു തക്കാളി മെഹബുള്ള ബ്ലോക്ക് 1.